അതെ, 8 കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ കഠിനമായി പരീക്ഷിക്കും. ഫർള് നിസ്കാരം നിങ്ങൾ ഉപേക്ഷിക്കുന്നവരാണെങ്കിൽ. ഏതൊക്കെയാണ് 8 കാര്യങ്ങളെന്ന് കേട്ടു നോക്ക് നിങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും ഇത് ഉപകാരപ്പെടും. നിങ്ങളൊക്കെ കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്കും വരാം ഈ 8 കാര്യങ്ങൾ. 1. ജോലിയിലും ഭക്ഷണത്തിലും ജോലിയിൽ അള്ളാഹു ബറക്കത്തിന് എടുത്തു കളയും. 2. 1. മുഖത്ത് ഈമാനിന്റെ വെളിച്ചം നഷ്ടപ്പെടും. 3. ദാഹിച്ചു വലഞ്ഞവനായി റൂഹ് പിടിക്കപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. 4. ശക്തിയായി റൂഹ് പിടിക്കപ്പെടും. അതായത് അവസാന നിമിഷങ്ങളിൽ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടേണ്ടി വരും നിസ്കാരം ഉപേക്ഷിക്കുന്നവന്. 5. നമുക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്ന്. ദുനിയാവ് കഴിഞ്ഞ്, ദുനിയാവിലെ ഈ ലോകത്തെ ജീവിതം കഴിഞ്ഞ് പുതിയ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ പ്രയാസം. അതായത് ഖബർ അത് ഇരുട്ടുകളെ കൊണ്ട് നിറയും. കഠിനമായി ഇരുട്ടുള്ള ഒരു താമസ സ്ഥലമായി നിന്റെ ഖബറിനെ അള്ളാഹു മാറ്റും. 6. നിനക്ക് വരാൻ പോകുന്ന പരീക്ഷണം, ഖിയാമത്ത് നാളിൽ നിന്നോട് നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കാതെ നിനക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ കഴിയില്ല. നിന്നോട് ആദ്യം ചോദിക്കുന്നത്, വിചാരണ ചെയ്യപ്പെടുന്നത് നീ നിസ്കാരം കൃത്യമായി നിസ്കരിച്ചോ എന്നുള്ളതാണ്. പ്രിയപ്പെട്ട യുവാക്കളെ, പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി നാം നിസ്കാരത്തെക്കുറിച്ച് പഠിച്ചിട്ടും നിസ്കാരം ഉപേക്ഷിക്കുന്നവരായി നടക്കുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിങ്കിൽ എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ട് എത്രയോ ആളുകൾ നമുക്കിടയിൽ നിസ്കരിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ആ നിസ്കാരം ഒഴിവാക്കുന്നുവല്ലേ? നിസ്കാരം ഒഴിവാക്കുന്നവർ സൂക്ഷിക്കണേ, നിങ്ങളെ അള്ളാഹു വെറുതെ വിടില്ല. 7. അള്ളാഹുവിൻ്റെ ദേഷ്യത്തിന് നിങ്ങൾ കാരണക്കാരാകും. 8. നിങ്ങളെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും, അള്ളാഹു നിങ്ങൾക്ക് അഫ്വ് ചെയ്തില്ലെങ്കിൽ. നോക്കൂ നിങ്ങൾ, ഈ 8 കാര്യങ്ങൾ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾക്കുള്ളതാണ്. ഒഴിവാക്കല്ലേ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണേ, ഒരപേക്ഷയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.